പരിശുദ്ധമായ നാമം ഇന്ന് വൈകിയ സമയത്ത് മഹത്വം എടുക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ എനിക്കും നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്നായി വൈകിയ സമയത്ത് ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത ദൈവത്തെ ആദ്യമായി സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസിമാർ, ബിൻസി സിസ്റ്റർ, ഷിനു സിസ്റ്റർ, അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ബിൻസി സിസ്റ്റർ ഈ ഞങ്ങളുടെ പാർക്കുന്ന സ്ഥലത്തൊക്കെ കടന്നു വരികയും അങ്ങനെ പരിചയപ്പെടുവാനും ഒക്കെ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല വേലകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഷിനു സിസ്റ്ററെ നാട്ടിൻ്റെ ദേശത്ത് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് പരിചയപ്പെടുവാനും അങ്ങനെ ഞങ്ങൾ സ്നേഹങ്ങളെ പങ്കുവെക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. എല്ലാ മുഖാന്തരങ്ങളും എല്ലാ അവസരങ്ങളും ദൈവം ഒരുക്കി ദൈവം നടത്തുന്ന വിധങ്ങളെ ഇന്ന് വൈകിയ സമയത്ത് പിന്നെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ എത്ര ഭാരങ്ങൾ വന്നാലും ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നമ്മെ കരുതുവാൻ ഒരു നല്ല നാഥനുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ വ്യക്തമായും ശക്തമായും ദൈവത്തിന് വലുതും ചിലതൊക്കെ ഇന്ന് രാത്രി ചിലരോട് സംസാരിക്കുവാനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം വിളിച്ച വിളിയുടെ ഉദ്ദേശത്തെ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കി ദൈവമായിട്ട് നമ്മളായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് ഒന്നുകൂടെ ആഴത്തിലേക്ക് കയറുന്ന ഒരു ദിനങ്ങളായി ഈ മീറ്റിംഗും തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അധികം മുഖവര പറഞ്ഞ് ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രത്യേകം അതിനുള്ള അവസരത്തിലേക്ക് സമയങ്ങളെ ചിലവഴിക്കുന്നില്ല. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിച്ച് അതിൽ നിന്ന് വേഗത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. മഹാപരിശുദ്ധനായ നമ്മുടെ സ്വർഗസ്ഥനായ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ സൂമീറ്റിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു. വചനത്തിന്റെ ആഴത്തെ ആത്മാവിന്ന് രാത്രി വെളിപ്പെടുത്തണം. അതിന്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവെ ഇടപെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം, ക്രിസ്തുവിൽ മറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. വചനം നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ദൈവം അതേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലതിൻ്റെയും ഉടയവനായ ദൈവത്തോടെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവനാലാണ് സകലതും ഉളവായിരിക്കുന്നത്. അവനാണ് സകലതും, അവനിലൂടെയാണ് സകലതും ഉണ്ടായത്, അവനിലൂടെയാണ് നാമം ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് സകലത്തിൻ്റെയും അധികാരി നമ്മളുമായിട്ടുള്ള ആ ബന്ധമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സകലതും ഉള്ളവന്റെ പാദപീഠത്തിലാണ് ഇന്നു രാത്രിയിൽ നമ്മൾ വചനം കേൾക്കുവാൻ ഇരിക്കുന്നത്. നമ്മുടെ അധികാരി, അല്ലെങ്കിൽ അവനാലാണ് സകലതും ഉണ്ടായത്. വാഴ്ചകളുടെ മേൽ അവൻ അധികാരമുണ്ട്, സകലത്തിന്റെ മേലും അവൻ അധികാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മേലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിന്റെ മേലും സകലത്തിന്റെ മേലും അവന് ഒരു അധികാരമുണ്ട്. ഇതിനകത്ത് വചനം പറയുന്നു, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ആ ദൈവവുമായിട്ട് നമ്മൾക്ക് ഇന്ന് രാത്രിയിലുള്ള ബന്ധം ബൈബിൾ നമ്മളോട് പറയുന്നു. നമുക്ക് ഒരു പിതാവ് എന്നുള്ള സ്ഥാനം നമുക്ക് അവൻ തന്നിരിക്കുക. ആ പിതാവ് എന്നുള്ള സ്ഥാനം ഇന്ന് രാത്രിയിൽ നമുക്ക് എത്രത്തോളം അത് നമുക്ക് യൂസ് ചെയ്യുവാൻ കഴിയും, എത്രത്തോളം ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആഴത്തിൽ നിൽക്കുവാൻ കഴിയും, അതാ വചനം ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ പലതും കാണുമ്പോൾ, ആ പ്രശ്നത്തിൽ നിന്ന് തളർന്നു പോകുമ്പോൾ ഇന്ന് രാത്രി വചനം പറയുന്നു, ഒരു പിതാവുണ്ട്. ആ പിതാവ് സകലത്തിന്റെ ഉടയവനാണ്. അവനാൽ സകലതും നിർമ്മിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് വേണ്ടിയും ഇന്നു രാത്രിയിൽ അവന് പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അവനുമായിട്ടുള്ള ബന്ധം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം അല്ലെങ്കിൽ അധികാരം തന്നിരിക്കുക. അതുകൊണ്ട് ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അവനൊരു പിതാവാകുവാനുള്ള
അവനിൽ നമ്മുടെ ഒരു പിതാവായിട്ടുള്ള അവകാശം, നമുക്ക് മക്കൾ എന്നുള്ള അവകാശം അവൻ തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എഫേസ്യ ലേഖനം 2:19 ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും ആകയാൽ പരദേശികളും ഇനിയും നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും ദൈവത്തിന്റെ ഭവനക്കാരുമാകുന്നു. അപ്പൊ നമ്മൾ ആരാ? ദൈവത്തിന്റെ കുടുംബക്കാരാകുന്നു നമ്മൾ. അല്ലെങ്കിൽ ദൈവത്തിന്റെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരന്മാരാകുന്നു നമ്മൾ. ഒന്ന്, അവൻ അപ്പൻ എന്നുള്ള ഒരു സ്ഥാനം നമുക്ക് തന്നിരിക്കുക. രണ്ട്, അവന്റെ ഭവനക്കാർ. എങ്കിൽ ഒരു അപ്പൻ ഒരു കുടുംബത്തിന്റെ, അല്ലെങ്കിൽ യേശുവിന്റെ കുടുംബത്തിന്റെ അവകാശികളാകുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. ഒരു അപ്പനോട് നമുക്ക് ചോദിച്ചാൽ അപ്പൻ നമുക്ക് അവന്റെ കയ്യിലുള്ളതൊക്കെ നമുക്ക് നൽകാതിരിക്കുമോ? ഒരപ്പൻ നമുക്കത് തരാതിരിക്കുമോ? നമുക്കറിയാം, ഒരു കഥ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരു മുടിയനായ പുത്രൻ അവന്റെ ഭവനത്തിലുള്ള സകലതും അപ്പനോട് ചോദിച്ചിട്ട് അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ നടപ്പ് നിമിത്തം അവന്റെ സകലതും നഷ്ടപ്പെടുത്തിയതിനു ശേഷം വചനം ഇങ്ങനെ പറയുന്നു, അവന് സുബോധം വന്നപ്പോൾ അവൻ അവന്റെ അപ്പന്റെ ഭവനത്തെ ഓർത്തു എന്ന്. ഇന്ന് രാത്രി ഓർക്കുക, സുബോധം വരുമ്പോൾ അപ്പന്റെ ഭവനത്തെ ഓർക്കുവാനിടയായി തീരും. ചിലതിന് സുബോധം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് കഷ്ടമായി തീരുമ്പോൾ, അതെ, നമുക്ക് ഒന്നോർക്കാം, അപ്പൻ ആ മകന് വേണ്ടി കാത്തിരുന്നതായിട്ട് നമ്മൾ ബൈബിൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ആ അപ്പൻ ആ മകന്റെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കാണും. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. എങ്കിൽ ഒരു ദിവസം ആ അപ്പന്റെ ആ മകന്റെ ഹൃദയത്തിൽ സുബോധം വരുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ ഒരു രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരു അപ്പൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതാ വചനം പറയുന്നത്. നമുക്കൊരു അപ്പനുണ്ട്, നമുക്കൊരു നാഥനുണ്ട്. നമ്മൾ ഇനിയും അനാഥരല്ല. നമ്മൾ ഇനി ക്രിസ്തുവിന്റെ കുടുംബക്കാരാ. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഇന്ന് രാത്രി നമ്മുടെ ബലം വർദ്ധിക്കുവാനിടയായി തീരണം. ഇന്ന് നമ്മൾ ശക്തന്മാരായി തീരണം. നമ്മുടെ അവകാശങ്ങളെ നമ്മൾ പിടിച്ചു വാങ്ങുന്നവരായി തീരണം. നമ്മുടെ അവകാശങ്ങളെ നമ്മൾ അറിയുന്നവരായി തീരണം. നമ്മൾ വായിച്ചു കേട്ടു, സകലതും അവനാകുളമായി, സകലതും അവന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ അവൻ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ അപ്പനാന്ന് ഇന്ന് രാത്രി കേട്ടു. മറ്റൊന്ന് കേട്ടു, അത് നമ്മുടെ കുടുംബത്തിലുള്ള ആളാണ്. നമുക്ക് നൽകാതിരിക്കുമോ? ഈ രാത്രി വചനം പറയുന്നു, മലാക്കി ലേഖനം 1:6 മലാക്കി 1:6. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കണം. നമ്മുടെ അപ്പനായിരിക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കുവാനിടയായി തീരണം ഈ അപ്പനെ. ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുവാനിടയായി തീരണം. മുടിയനായ പുത്രനും മടങ്ങി വരുവാൻ കഴിഞ്ഞെങ്കിൽ, ദൈവത്തെ സേവിക്കുന്ന നമ്മൾ പലയിടത്തും വിള്ളലുകൾ ദൈവമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് മടങ്ങി വരുവാൻ ദൈവം അവസരങ്ങളെ തരും. അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? ഈ ബഹുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നു രാത്രി ബഹുമാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാനിടയായി തീരണം. മറ്റൊന്ന് പറഞ്ഞത് അവിടെ എന്താണെന്ന്, യജമാനെങ്കിൽ ദാസന്, യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഭക്തി വീഴ്ച വന്നിട്ടുണ്ടോ? കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? അപ്പനുമായിട്ടുള്ള ഭക്തിയിൽ, അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കിപ്പോഴുള്ള അവസ്ഥ നമ്മളൊന്നുകൂടെ തിരിഞ്ഞു നോക്കുവാനിടയായി തീരണം. നമ്മൾ എത്ര കുറ്റം ചെയ്താലും, നമ്മൾ എത്ര അപ്പനിൽ നകന്നു പോയാലും അപ്പൻ നമ്മെ കാത്തു നിൽക്കും. ആ മുടിനായ പുത്രൻ കടന്നു വരുന്ന ദൂരത്തുനിന്ന് കടന്നു വരുന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണരുവാനിടയായി തീർന്നു. ഏതെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ കെട്ടിപ്പുണരുവാൻ ഒരു ദൈവം, ഒരപ്പൻ നമുക്ക് വേണ്ടിയുണ്ട്.
നമ്മൾ ഒരിക്കലും അനാഥരല്ല. ജീവിത സാഹചര്യങ്ങൾ നമ്മെ അനാഥരാക്കിയാലും, ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ നമ്മെ ശൂന്യരാക്കിയാലും, ജീവിതം നമ്മെ തള്ളിപ്പറഞ്ഞാലും, നമ്മെ സ്നേഹിച്ചവർ നമുക്ക് വേണ്ടി മാറിപ്പോയാലും, നമുക്ക് മാറിപ്പോകാത്ത ഒരപ്പൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതാ ഇന്ന് രാത്രി ദൈവവചനം പറഞ്ഞത്, നമ്മൾ അപ്പനെ അനുസരിക്കുവാനിടയായി തീരണം. മറ്റൊന്ന് ദൈവം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 2:7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യമാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ എന്താ ചെയ്തത്? അവൻ തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ തന്നെത്താൻ താഴ്ത്തുവാനിടയായപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അവനിൽ നിറവേറുവാനിടയായി. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. അവിടെയാണ് ദൈവത്തോടുള്ള ഒരു അനുസരണം അവിടെ കാണുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്, വായിച്ച ഫിലിപ്പിയ 2:7 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ സ്വയമേ താഴ്ത്തുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ താഴുവാൻ കഴിയാത്ത അനുഭവം ഉണ്ടെങ്കിൽ ഇന്നു രാത്രിയിൽ ആ താഴുവാൻ നമ്മിടെയാകണം. പലതും നമ്മൾക്ക് മുകളിലേക്ക് കയറുമ്പോൾ, അതിന്റെ മുകളിലേക്ക് കയറുവാൻ നാം ബന്ധപ്പെടുമ്പോൾ, ഇന്നു രാത്രിയിൽ നമുക്ക് അവിടെ കൊണ്ട് നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. അവിടെ ക്ലാഷ് ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ ഇന്നു രാത്രിയിൽ നമ്മൾ ക്ലാഷിന്റെ മുമ്പിൽ നാം താഴുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി പറയുന്നു, നീ അപ്പനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ പോകും. പിന്നത്തേതിൽ നമുക്ക് ആ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. അതാണ് സ്വന്തം പുത്രൻ ഭൂമിയിൽ വന്ന് ഇവിടെ പറയുന്നു, തന്നെത്താൻ താഴ്ത്തി. അവന് ക്രൂശോളം അവന്റെ ഇഷ്ടം ചെയ്യുവാനിടയായതുപോലെ ഇന്നു രാത്രി ദൈവവചനം പറയുന്നു, നമ്മൾ ഈ അപ്പനെ അനുസരിക്കുന്നവരായി തീരണം. നമ്മൾ എങ്ങനെ ഈ അപ്പനെ അനുസരിക്കും? നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിത ശൈലി കൊണ്ട് നമ്മൾ ഈ അപ്പനെ അനുസരിക്കുന്നു എന്ന് ഈ അപ്പന് തോന്നുവാൻ കഴിയായി തീരണം. അതാണ് താഴ്ത്തുവാനിടയായി തീരണം എന്നാണ് അവിടെ പറഞ്ഞത്. മറ്റൊന്ന്, നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരായി തീരണം. യഥാർത്ഥമായ ദൈവത്തെ സേവിക്കുന്നവർ, ഈ അപ്പനെ യഥാർത്ഥമായി സേവിക്കുന്നവരായി നാം തീരണം. പലയിടത്തും നമുക്ക് വീഴ്ചകൾ വരുമ്പോൾ, താഴ്ചകൾ വരുമ്പോൾ നാം നമ്മുടെ അപ്പനെ ഒന്നുകൂടെ ഓർക്കുവാനിടയായി തീരും. നമ്മളെ കെട്ടിപ്പുണരുവാൻ ദൂരത്ത് നിന്ന് ഓടി വന്ന് കെട്ടിപ്പുണർന്നിട്ട്, അമുടിയനായ പുത്രൻ എന്താ ചെയ്തത്? അവന്റെ മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് നല്ല വസ്ത്രം അവനെ ധരിപ്പിച്ച് അവന്റെ കൈമേൽ മോതിരം ഇടിയിച്ച് അവരുടെ ഭവനത്തിൽ ജയവും ഉത്സവ രീതിയിൽ അവിടെ നടന്നതുപോലെ സ്വർഗത്തിൽ നാം അപ്പനോട് അടുക്കുമ്പോൾ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പിന്നെയും നമുക്ക് ദൈവം ഒരു അപ്പൻ എന്നുള്ള സ്ഥാനം നമുക്ക് തന്നതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാനം നമുക്ക് ബൈബിൾ പറയുന്നു, അവൻ നമ്മുടെ ഒരു സ്നേഹിതനാണെന്ന്. അപ്പനോട് പറയുവാൻ കഴിയാത്തത് നമുക്കൊരു സ്നേഹിതനോട് പറയുവാൻ കഴിയും. ബൈബിൾ പറയുന്നു, ഒന്ന്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനെ അവന്റെ മകനും മകളുമാക്കുവാൻ ആയതുപോലെ. മറ്റൊരിടത്ത് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15:13-15 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 15:13-15. കർത്താവേ സ്തോത്രം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകും. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട്. എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാമോ? ഒന്നും മറച്ചു വെക്കാതെ പിതാവിന്റെ അടുത്തു നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനിയും സ്നേഹിതന്മാരാകുന്നുവെന്ന്. നമുക്ക് ഒന്നും മറച്ചു വെക്കുവാത്ത ഒരു സ്നേഹിതനുണ്ട്. സകലതും പിതാവിന്റെ അടുക്കൽ നിന്ന് കേട്ടിട്ട്
ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഞാൻ ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഒരുക്കിയ ഭവനം ഒരുക്കിയതിനു ശേഷം അവിടെ കേട്ടത് ഇങ്ങനെയാണ്. ഒരു സ്നേഹിതനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഒരു പിതാവെന്നുള്ള ഒരു സ്ഥാനം ദൈവം തന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു സ്നേഹിതനുണ്ട് നമുക്ക്. ലോകത്തിന്റെ സ്നേഹിതന്മാരോട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ പകരുമ്പോൾ, നമ്മുടെ വേദനകളെ പകരുമ്പോൾ, അവരുടെ മുമ്പിൽ അവർ നമുക്ക് സഹതാപം പറഞ്ഞാലും, നമ്മൾ അവരെ വിട്ട് മാറിക്കഴിയുമ്പോൾ, അവരെ നമ്മെ പരിഹസിച്ചാൽ, അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊരു പരിഹാസമായി നാം തീരുമ്പോൾ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ സ്നേഹിതനോട് നീ സംസാരിച്ചാൽ, ഈ ലോകത്തിൽ മറ്റാരും അതറിയാതെ നിന്റെ മഹാസ്നേഹിതൻ നിനക്ക് വേണ്ടി മറുപടി അയക്കുമെന്ന് ഇന്നു രാത്രി ദൈവവചനം പറയുകയാണ്. നമ്മുടെ ബൈബിളിൽ അറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു സ്നേഹിതന് അർദ്ധരാത്രിയിൽ വന്നിട്ട് അവന് അപ്പത്തിന് വേണ്ടി വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 11:5-8 വരെ. അവിടെ ഇങ്ങനെ സ്നേഹിതനോട് മുട്ടിക്കൊണ്ടേയിരുന്നു. സ്നേഹിതൻ പറഞ്ഞു, അവൻ കുട്ടികളുമായി കിടന്നുറങ്ങുന്നത് കൊണ്ട് അവനെ എടുത്തു തരുവാൻ വകയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ അവൻ സ്നേഹിതനായതുകൊണ്ട് അവൻ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ സ്നേഹിതൻ എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുത്തു എന്ന് പറഞ്ഞു. ഇന്നു രാത്രിയിൽ നമ്മൾ അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണെങ്കിൽ, ഇന്നു രാത്രിയിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കൂ, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തൂ, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്നുള്ള ദൈവത്തിന്റെ വചനം ആശ്ചര്യമായിട്ട് ഇന്നു രാത്രിയിൽ അത് വെളിപ്പെടുവാനിടയായി തീരും. കാരണം നീയും നിന്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തെ പോലെ തന്നെ നീ ഒരു സ്നേഹിതനായിട്ടുള്ള ബന്ധം, നാം വിശ്വസിക്കുന്ന ഈ യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഇന്നു രാത്രിയിൽ തയ്യാറായാൽ, മുട്ടുന്നവന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്നു രാത്രി ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷയം എന്തായാലും സകല വിഷയത്തെയും ഈ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ നമുക്കൊരു നല്ല സ്നേഹിതനുണ്ട്. ഒരു കാര്യം നാം ചെയ്യുവാൻ ഇടയാകണം, അവൻ കൽപ്പിക്കുന്നത് ചെയ്യുവാൻ നാം തയ്യാറാകണം. അവിടെ വചനം അങ്ങനെ തരുന്നത്. അവിടെ പറയുന്നു, ഈ സ്നേഹിതൻ എന്താ? ലോകത്തിന്റെ സ്നേഹിതന്മാർ ആരും നമുക്ക് ജീവനെ തരുകയില്ല. ഭാര്യ ഭർത്താവിന് ജീവനെ കൊടുക്കുമോ? ഇല്ല. സാഹചര്യം വരുമ്പോൾ നാം പിന്മാറിപ്പോകും. എങ്കിൽ നാം വിളിക്കുന്ന ഈ സ്നേഹിതൻ നമുക്ക് വേണ്ടി ജീവനെ തന്നവനാ. ഈ ജീവനെ തന്നത് എന്തിനാ? എന്നെയും നിന്നെയും അവൻ സ്നേഹിക്കുന്നത് കൊണ്ട്, യഥാർത്ഥ സ്നേഹിതനായതുകൊണ്ട്. ഇന്ന് രാത്രി വചനം പറയുന്നു, നമുക്ക് ഒരു നല്ല സ്നേഹിതനുണ്ട്. ഈ രാത്രി നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഈ രാത്രി നമ്മൾ ഒന്നുകൂടെ ബലപ്പെടാനിടയായി തീരണം. എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും എന്നെ സ്നേഹിക്കുവാൻ എനിക്കൊരു സ്നേഹിതനുണ്ട്. മറക്കരുത്, നമുക്കൊരു സ്നേഹിതനുണ്ട്, നമുക്കൊരു അപ്പനുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ നാം തളർന്നു പോകാനിടയായി തീരരുത്. ഈ ലോകത്തിന്റെ ശക്തി, ഈ ലോകത്തിന്റെ പിശാച് നമ്മെ പലവിധമായ പ്രതിസന്ധിയിട്ട് നമ്മെ ക്രിസ്തു എന്നുള്ള ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുവാൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ, ഇന്ന് രാത്രി വചനം പറയുന്നു, എന്റെ സ്നേഹിതൻ, എന്നെ സ്നേഹിക്കുവാൻ ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. അതാ നമ്മുടെ വിശ്വാസം. അതിലൂടെ ഇന്ന് രാത്രി വർദ്ധിക്കുവാനിടയായി തീരണം. മറ്റൊന്ന്, അതുപോലെ സ്നേഹിതനോട് പറയാൻ പറ്റാത്തത്, നമുക്ക് ഒരു മൂത്ത സഹോദരൻ എന്ന സ്ഥാനം ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്നുള്ള സ്ഥാനം. അത് വാക്യം വായിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 20:17. യോഹന്നാൻ 20:17. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു.
നീ അത് മനസ്സിലായ എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാരോട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമ്മളും അവന്റെ കൂട്ടു സഹോദരന്മാരായി തീരുക. ഒരു വീട്ടിൽ മൂത്ത പൈതലുണ്ടെങ്കിൽ ഇളയ പൈതങ്ങളെല്ലാം മൂത്ത പൈതലിനെയാണ് മാതൃകയാക്കുന്നത്. എന്നതുപോലെ നമുക്കൊരു മൂത്ത സഹോദരനെ, നമുക്കൊരു മാതൃകയെ തന്നിട്ടുണ്ട്. ആ മാതൃകയെ നമുക്ക് മാതൃകയാക്കുവാനിടയായി തീരണം. യേശുക്രിസ്തു പ്രാർത്ഥിച്ച ഭൂമിയിലെ കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്നതുപോലെ നമ്മുടെ പ്രാർത്ഥന ജീവിതം, നമ്മുടെ പ്രാർത്ഥന ശൈലി ഇത് മാറണം. പിതാവിനെ അനുസരിക്കുന്നതായിട്ട് നമുക്കറിയാം. പിതാവ് എന്ത് പറഞ്ഞു അത് ചെയ്യുവാൻ അവൻ താല്പര്യം കാണിച്ചപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അവനിലൂടെ ഭൂമിയിൽ നിവൃത്തീകരിക്കുവാനിടയായി തീർന്നു. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ നമ്മളെ വെച്ചിരിക്കുന്നത്, ഈ ലോകത്തിൽ അനേകർ ഉണ്ടായിരിക്കാം, അനേകർ ഇല്ലായിരിക്കാം. എങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ദൈവം പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഞാൻ ഭവനമൊരുക്കാൻ പോകുന്നു. ഭവനമൊരുക്കിയിട്ട് ഒന്നും മറച്ചു വെക്കാത്ത ഒരു സ്നേഹിതൻ, ഒരു മൂത്ത സഹോദരൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളപ്പോൾ എന്തിനാണ് ഈ ഭൂമിയിൽ ഭയപ്പെടുന്നത്? നമ്മളപ്പോൾ എന്തിനാണ് ഈ ഭൂമിയിൽ ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രിയിൽ അതിനുപരിയായി സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അതിനുമുപരിയായി നമുക്കൊരു രക്ഷിതാവുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഈ ഭൂമിയിൽ ആർക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അന്ത്യം വരെ പിടിച്ചു നിൽക്കുന്നവന്, ലോകത്തിന്റെ കഷ്ടത്തിലും നഷ്ടത്തിലും ഭാരത്തിലും നിരാശയിലും എല്ലാത്തിലും ഈ ക്രിസ്തുവുമായി ദേഹാകൃതിയിൽ നിൽക്കുന്നവനെ രക്ഷിച്ച് അവൻ പറഞ്ഞ സ്ഥാനത്തെത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടത് ഇതാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇന്ന് രാത്രി വചനം ഞങ്ങളോട് പറയുന്നു. നമുക്കൊരു നല്ല പിതാവുണ്ട്. ഈ ഭൂമിയിൽ പിതാവുണ്ട്. ഈ ഭൂമിയിലെ പിതാക്കന്മാർ ഒരുപക്ഷെ മാറ്റപ്പെട്ടു പോയെന്നിരിക്കാം. എങ്കിലും ഈ ഒരിക്കലും മാറ്റപ്പെട്ടു പോകാത്തൊരു പിതാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കുവാനിടയായി തീരണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാതെ അത് കഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും നീങ്ങിയാലും ഈ പിതാവിനൊരു മാറ്റവുമില്ല. നാം ഈ പിതാവിൽ അകന്നു പോയാലും ഈ പിതാവ് നമ്മെ കാലാകാലങ്ങളിൽ പിന്നെയും ചേർക്കും. കാരണം ഈ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു നല്ല സ്നേഹിതനുണ്ട്. ലോകം നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ, ലോകം നിന്നെ തള്ളിയാൽ, ലോകം നിന്നെ കുറ്റം വിധിച്ചാൽ, ലോകം നിന്നെ മാറ്റി നിർത്തിയാൽ, ഇന്ന് രാത്രി വചനം പറയുന്നു, ഞാൻ നൽകുന്ന ഈ സ്നേഹിതൻ നമ്മെ ഒരിക്കലും പിരിയാത്ത സ്നേഹിതനാണ്. ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു അപ്പനോട് പറയുവാൻ കഴിയാത്തത് നമുക്കൊരു സ്നേഹിതനോട് പറയുവാൻ കഴിയും. ഒരു സ്നേഹിതനോട് പറയുവാൻ കഴിയാത്തത് നമുക്കൊരു സഹോദരനോട് പറയുവാൻ കഴിയും. അങ്ങനെ എല്ലാ വിധത്തിലും നമുക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം ഏത് സമയത്തും ഏത് നേരത്തും അവന്റെ കൃപാസനത്തിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാൻ ഇത്ര വലിയ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുമ്പോൾ നാം ഇപ്പോഴും അടിമതുവത്തിലാണെങ്കിൽ ഇന്നു രാത്രിയിൽ മടങ്ങി വരുവാനിടയായി തീരണം. ഇന്നു രാത്രിയിൽ അവനോടൊപ്പം താഴ്മയുള്ളവരായി, അവനെ അനുസരിക്കുന്നവനായി ഇന്നു രാത്രി തീർന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മുട്ടുന്നവന് വേണ്ടി അവൻ തുറക്കപ്പെടും, യാചിക്കുന്നവന് വേണ്ടി അവൻ ലഭിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്കും നമുക്ക് മടങ്ങിച്ചെല്ലാം. നാളുകൾ പഴക്കമായി കിടക്കുന്ന, നാളുകളായി മറുപടി ലഭിക്കാതിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ഈ അപ്പനോടോ സഹോദരനോടോ നമുക്ക് പറയുവാൻ, നമ്മുടെ സ്നേഹിതനോട് നമുക്ക് പറയുവാൻ, നമുക്ക് ചേർത്ത് നിൽക്കുവാൻ നമ്മോട് കൂടെ ആരുമില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൽ നമ്മെ പലപ്പോഴും പതറിച്ചു കളയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് നമുക്ക് വീണ്ടും അവനുമായുള്ള ബന്ധത്തിലേക്ക്, ആഴത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുവാൻ ഈ രാത്രിയിലെ വചനം നിങ്ങൾക്കിടയാകട്ടെ. അവസരം തന്ന ദേവദാസിമാരോടും
ഇവിടെ കൂടി വന്ന എല്ലാവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ആമേൻ.